ഇപ്പൊ ആന്റിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. മഹേന്ദ്രനും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ലാന്ന്. ഇനി ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും. ഇനി മുതൽ ഈ വീട്ടിൽ അരുന്ധതിയില്ലാത്ത കുറവ് ഞാൻ ഉറപ്പായി മാറ്റും. ഞാൻ മാറ്റിയിരിക്കും. ശരി ശരി, ഇന്ന് ഞാൻ കാരണം നിങ്ങൾക്ക് ലീവ് എടുക്കേണ്ടി വന്നു. ഐ എം സോ സോറി. നിങ്ങൾ പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ശരി ആന്റി. അല്ല ആന്റി, ആന്റി ഇല്ലേ ഞങ്ങളെ ഇവിടെ നോക്കാനായിട്ട്? ആ കെയർ ടേക്കർ എന്തിനാ? പറഞ്ഞു വിട്ടേക്ക്. അയ്യോ അഞ്ജലി, തെറ്റാ, അങ്ങനെയൊന്നും പറയാതെ. മിസ്സമ്മയെ എവിടേക്കും പറഞ്ഞയക്കരുത്. മിസ്സമ്മ ഇവിടെ ഉള്ളതാ നിങ്ങളുടെ രക്ഷ. ആ മിസ്സമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഈ രാക്ഷസി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പറഞ്ഞയക്കരുത് പ്ലീസ് പ്ലീസ്. ശരി ശരി, നമുക്ക് പറഞ്ഞുവിടാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. ശരി ആന്റി, ആന്റി റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ പിന്നെ വരാം. അയ്യോ കുട്ടികളെ കുട്ടികളെ. മാഡം, എന്താടി ഇത്? മാഡം, മാഡം ഒരു ദേവതയാ. പോകാൻ പറഞ്ഞവരൊക്കെ ഇവിടെ നിക്കാൻ വേണ്ടി പറയുവാ. നിങ്ങളെ വഴക്ക് പറഞ്ഞവര് ഇപ്പൊ പുകഴ്ത്തി പറയുവാ. നിന്നെ ആഹാ, മാഡത്തിന്റെ അടുത്ത് കുറച്ച് നാള് ട്രെയിനിങ്ങിന് വന്നാലുണ്ടല്ലോ, ഞാൻ എന്റെ ലൈഫില് ഉറപ്പായിട്ട് സെറ്റിലായി കഴിയും മാഡം. അതെ മാഡം, കുറച്ച് എവിടെയെങ്കിലും സ്ലിപ്പായ മാഡത്തിന്റെ ജീവൻ പോകുമായിരുന്നു. അതുപോലെ ഈസി ആയിട്ട് എടുത്തല്ലോ. നിങ്ങൾ ഗ്രേറ്റാ മാഡം, ഭയങ്കര ഗ്രേറ്റാ. വലിയ ആളാ മാഡം. ആത്മഹത്യ ചെയ്യാനായിട്ട് എനിക്കെന്താ ഭ്രാന്താണെന്ന് വിചാരിച്ചോ? കറക്റ്റായി ഇൻഫർമേഷൻ എടുത്ത് കൃത്യമായ കണക്ക് കൂട്ടി തന്നെയാ ഞാൻ വിഷം കുടിച്ചത്. ഈ വിഷം കുടിച്ചിട്ട് 3 മണിക്കൂറിനുള്ളിൽ വൊമിറ്റ് ചെയ്ത അത് കഴിച്ച ആൾക്ക് ഒരാപത്തും വരില്ല. നാളെ മുതൽ ഞാൻ ഈ വീട്ടിലൊരിക്കലും അന്യായിരിക്കില്ല. മഹേന്ദ്രന്റെ ആളായിരിക്കും. മഹേന്ദ്രനുമായി എനിക്ക് നടക്കാൻ പോകുന്ന കല്യാണത്തിന് ആ മിസ്സമ്മയെ കൊണ്ട് തന്നെ ഞാൻ ബാൻഡ് അടിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാ. ശരി മാഡം, മാഡത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് എടുത്തിട്ട് വരാം. ദൈവമേ, മേലേക്ക് പോവാന്ന് പറഞ്ഞിട്ടും നീ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നീ സത്യം എന്താണെന്ന് അറിയും. അത് കാരണം നിന്റെ ആത്മാവ് വേദനിക്കുമെന്നും പുത്തൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാനത് കാര്യമാക്കിയില്ല. ഇപ്പോഴും എനിക്കെല്ലാം മനസ്സിലായേ. മഹേശ്വരി, എനിക്ക് ചിലപ്പോ ജീവനില്ലായിരിക്കും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും വരാം. പക്ഷെ നിന്നിൽ നിന്നും എന്റെ കുടുംബത്തെ, എന്റെ കുട്ടികളെ ഞാൻ രക്ഷിച്ചിരിക്കും. ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും. చేతిలో డబ్బులు పోయనే, అయ్యో జేబులు ఖాళీ ఆయనే. എന്നെ കൊണ്ട് ഇനി വയ്യ ചേച്ചി, എനിക്കൊരു അടി നടക്കാൻ വയ്യ. ഇനി ഇതുപോലെ നടന്ന എന്റെ ജീവൻ മേലോട്ട് പോവും. അയ്യോ, ഒരു ഓട്ടോയെങ്കിലും പിടിക്കുക ചേച്ചി. ഓട്ടോയിൽ പോകുന്ന കാശുണ്ടെങ്കിലേ നമ്മൾ ബിരിയാണിയും കഴിച്ച് അവളെ പോയി അന്വേഷിക്കില്ലേ? ഇങ്ങനെ വെറും വയറ്റില് കാല് ചക്രവും ഘടിപ്പിച്ചോണ്ട് എന്തിനാ കിടന്ന് അലയുന്നേ? ഞാൻ ഇവിടെ വിശന്ന് ചാവാറായി. അപ്പോഴാണ് ബിരിയാണിയുടെ കാര്യം പറയുന്നത്. ഇപ്പൊ എനിക്ക് ബിരിയാണി തിന്നാൻ തോന്നുന്നു. എടാ, അവളുടെ ഹോസ്റ്റൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അവളുടെ അടുത്ത് പോയി കെഞ്ചിയിട്ടോ ഭീഷണിപ്പെടുത്തിട്ടോ എങ്ങനെയെങ്കിലും പണം വാങ്ങിക്കാം. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോ നിനക്ക് എത്ര ബിരിയാണി വേണമെങ്കിൽ ഈ ചേച്ചി വാങ്ങിച്ചു തരാം. ഇപ്പൊ എനിക്ക് തലവേദന ഉണ്ടാക്കാതെ നടക്കാം. ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? ഇനി നോക്കിക്കോ ഞാൻ എങ്ങനെയാ നടക്കാൻ പോകുന്നത്.
വേഗം വാ. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അവളുടെ ഹോസ്റ്റല്. ആ അതാണെന്ന് തോന്നുന്നു. വാടാ. ഹലോ, അവിടെ നിന്നേ. ആ എങ്ങോട്ടാ പോകുന്നേ? ഹോസ്റ്റലിൽ ആണുങ്ങൾ കയറരുത്. ഓ ചേച്ചി, ഞാൻ ഇവിടെ നിൽക്കാം. ചേച്ചി പോയിട്ട് വാപ്പോ. ഉം. ഹലോ, ഒന്ന് നിന്നേ. അതെ, നിങ്ങൾക്ക് ആരെ കാണേണ്ടേ? പാർവതിയെ, എന്റെ സ്വന്തം മോളാ. ഓ, പാർവതിയുടെ പാരന്റ്സ് ആണോ നിങ്ങൾ? ആ അതെ. പാർവതി ഇവിടുന്ന് റൂം കഴിഞ്ഞ് പോയല്ലോ. റൂം ഒഴിഞ്ഞ് പോയെന്നോ? എപ്പോഴേ? എങ്ങോട്ടേക്കാ? അതെങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. ജോലി കിട്ടിയെന്ന് പറഞ്ഞ ഇവിടുന്ന് റൂം ഒഴിഞ്ഞു പോയത്. ശരി, വാ. എന്താ ചേച്ചി ഇതൊക്കെ? അവളെ വരണ്ടി കാശ് വാങ്ങിക്കാന്ന് പറഞ്ഞ് വന്നപ്പോ അവള് നമ്മളെ പറ്റിച്ചല്ലോ. അതാടാ എനിക്കൊന്നും മനസ്സിലാവാതെ. ഹോസ്റ്റലിൽ നിന്ന് മാറിയെന്ന് ഒരു വാക്ക് പോലും അവള് പറഞ്ഞില്ല. പുതിയ ജോലി കിട്ടിയെന്നും പറഞ്ഞില്ല. ഒന്നവളെ വിളിച്ചേടാ. മറ്റുള്ളവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് ആലോചിക്കാൻ നിനക്കിപ്പോ സമയമുണ്ടോ? ആദ്യം മേജർ സാറിന്റെ കയ്യിൽ നിന്ന് ലെറ്ററിൽ സിഗ്നേച്ചർ വാങ്ങി അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനെ പറ്റി ആലോചിക്കാം. എന്താ ചേച്ചി അവള് ഫോൺ എടുക്കാത്തെ? ഒരു കാര്യം പറഞ്ഞതുമില്ല, ഫോണും എടുക്കുന്നില്ല. ഒരു പക്ഷേ അവളുടെ അച്ഛനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടാവോ? ആ രോഗിയെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഓടിപ്പോയതാവോ? അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. ആ പാർവതി എങ്ങനെ നമ്മളെ വിട്ട് പോയാ നമ്മുടെ ജീവിതം കട്ട പുകയാ ചേച്ചി. ആദ്യം നമുക്ക് നാട്ടിലേക്ക് പോവാം, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യണോന്ന്. ദൈവമേ. ഇതെന്താ പാർവതി ഇത്രയും വലിയ വീട്ടിൽ നിൽക്കുന്നത്? ഇത് ശരിക്കും അവള് തന്നെയാണോ? അതോ എനിക്ക് തോന്നുന്ന വല്ലതും ആണോ? അയ്യോ, ചേച്ചി ചേച്ചി ചേച്ചി. അയ്യോ, എന്താടാ പെട്ടെന്ന് ഇവിടെ നിന്നേ? നിന്റെ പരിചയത്തിൽ ആരെങ്കിലും കണ്ടോ നീ? ദേ പാർവതി നിൽക്കുന്നു. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ ഇവള് ഈ വീട്ടിൽ എന്ത് ചെയ്യാ? ഇതിലെന്തോ കുഴപ്പമുണ്ട് ചേച്ചി. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ വീട് ആരുടെയാ? മിലിറ്ററി മേജറുടെ വീടായത്. ഓഹോ, ആരൊക്കെ ഉണ്ട് ഇവിടെ? കുട്ടികളും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഓ, അപ്പൊ പുള്ളിയുടെ ഭാര്യ? ഈയിടയ്ക്കാ അവര് മരിച്ചത്. ഓ, താങ്ക്സ് ചേട്ടാ. ശരി. ചേച്ചി, ഇത് മേജറിന്റെ വീടാണെന്ന്. എന്നുവെച്ചാ എന്താടാ? മിലിറ്ററിയിലെ വലിയ ഉദ്യോഗസ്ഥനാ ചേച്ചി. അയാളുടെ ഭാര്യ മരിച്ചുപോയി, കുട്ടികളൊക്കെ ഉണ്ടെന്ന്. ആ, കൊട്ടാരം പോലത്തെ വീട്, അമ്മയില്ലാത്ത കുട്ടികള്. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോ ഒരുപക്ഷെ ഇവളും എന്നെ പോലെ സ്വത്തിനു വേണ്ടി അയാളെ രണ്ടാമത് കല്യാണം കഴിച്ച് സെറ്റിലായതാണെങ്കിലോ? ചേച്ചി അങ്ങനെ പറയല്ലേ. പാർവതി എനിക്ക് കല്യാണം കഴിക്കണം. അവളെ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് തന്നെ. പാർവതി എനിക്ക് വേണം, എനിക്ക് കല്യാണം കഴിക്കണം. നിർത്തണം നിന്റെ മോങ്ങല്. ആദ്യം അകത്ത് പോയി ഇവൾക്ക് ഇവിടെ എന്താ കാര്യമെന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം. വാ വാ, അന്വേഷിക്കാം. അകത്ത് പോണം. പറ്റില്ല. തുറക്കടോ, അകത്ത് ഇല്ല, ഇല്ല, അതൊന്നും പറ്റില്ല. അകത്ത് പോണെന്നല്ലേ നിങ്ങൾ തിരിച്ചു പറയുന്നത്? പോ. തുറക്ക്.
പറ്റില്ലെന്ന് ഇയാളോട് പറഞ്ഞാ- പറഞ്ഞാലും മനസ്സിലാവില്ല. ഏയ്, എന്താ ഇത്? അങ്ങോട്ട് പോടോ. ഏയ്, വാ ചേച്ചി, ഏയ്, പറയുന്ന കേക്ക്. അവിടെ നിക്ക്. മാറിക്കണോ. മാറി നിക്കടോ. നിങ്ങൾ പുറത്തു പോ. മാറിക്ക. മാറി നിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ നീ പുറത്തു പോകാൻ പറഞ്ഞത്? പുറത്തേക്ക് പോ. അങ്ങോട്ട് പോ. ഒന്ന് ചുമ്മാ പറയുന്ന കേക്ക്. ഏയ്, നിങ്ങളോടല്ലേ പറയുന്നത്? നിക്ക് ആരാ നിങ്ങൾ? സെക്യൂരിറ്റി തടഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അകത്തേക്ക് വരുന്നത്? പുറത്തിറങ്ങ്. താൻ പോടോ അങ്ങോട്ട്. രാഘവ, ആരാ ഇവര്? ആരൊന്നും പറഞ്ഞില്ല സാർ, അകത്തേക്ക് കടന്നു വന്നതാ. ഏയ്, എന്താ നിനക്ക് വേണ്ടേ? ഓ, നീയാണല്ലേ ആ മിലിറ്ററിക്കാരൻ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? അയ്യ. എത്ര ധൈര്യം ഉണ്ടടാ നിനക്ക് എന്റെ വീട്ടിലേക്ക് കയറി വരാൻ? ആരാണ് നിങ്ങള്? പറയാനാ പറഞ്ഞത്. ആരാണ് നിങ്ങളെന്ന്? ആരാണെന്ന് ചോദിച്ചില്ലേ? പറയടി. ആംഗ്യം കാണിച്ചിട്ട് അവള് പറയുന്നില്ലെങ്കിൽ ഇതില് വേറെന്തോ കാര്യമുണ്ട്. വെറുതെ വഴക്കുണ്ടാക്കുന്നതിന് മുൻപ് ഇവൾക്കെന്താ ഈ വീട്ടിൽ കാര്യമൊന്ന് അന്വേഷിച്ചിട്ട് പിന്നീട് വരുന്നതാ നല്ലത്. ഞാൻ എന്താ ചോദിച്ചെന്ന് മനസ്സിലായില്ലേ? ആരാ നിങ്ങളെന്ന്? ദൈവമേ, പറയല്ലേ പറയല്ലേ. സാർ, അത് പിന്നെ എന്തെങ്കിലും ജോലി കിട്ടുമോന്ന് അന്വേഷിച്ച് വന്നതാ സാറേ. ജോലി ചോദിക്കുന്ന രീതി ഇങ്ങനെയാണോ? ഗെറ്റ് ഔട്ട്. ഇവര് രണ്ടുപേരെയും കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ലീല, ലീല. മാഡം, എന്താ പുറത്തെന്തോ ബഹളം നടക്കുന്നേ കേൾക്കുന്നുണ്ടല്ലോ? ആരോ രണ്ടുപേര് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. മഹേന്ദ്ര സാറ് അവരെ വഴക്ക് പറഞ്ഞ് ഇവിടുന്ന് അടിച്ച് പുറത്താക്കി മാഡം. ഇഡിയറ്റ്സ്. മാനേഴ്സേ ഉണ്ടാവില്ല. എന്നാലും പരിചയമില്ലാത്ത ആളുകൾ എങ്ങനെയാ വീടിനകത്തേക്ക് കയറി വന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്ത മാഡം. ആ വന്ന രണ്ടുപേരില് ഒരാള് പോകുമ്പോ മിസ്സമ്മയെ ദേഷ്യത്തോടെ നോക്കിയിട്ടാ പോയത്. ആരാ എന്താന്നൊന്നും അറിയാത്തവര് അവളെ എന്തിനാ ദേഷ്യത്തോടെ നോക്കുന്നേ? അതായത് അവരാരെന്ന് നമുക്കറിയില്ലെങ്കിലും ആ മിസ്സമ്മയെ അറിയുന്നവരായിരിക്കണമല്ലോ. എന്താ നീ പറയുന്നേ? അതായത് മാഡം, അവരുടെ മുഖത്തെ ദേഷ്യം കണ്ടിട്ട് അവർ രണ്ടുപേർക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ മഹേന്ദ്രൻ ഉപദ്രവിക്കുമ്പോ എന്തെങ്കിലും പറയേണ്ടതല്ലേ? സംസാരിക്കുന്നത് പോട്ടെ, വാ പോലും തുറന്നില്ല മാഡം. അനങ്ങാതെ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ
ഇത് നമുക്കെന്തോ ഉപകാരപ്പെടുന്ന വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ മാഡം, നമുക്ക് ഗുണമുള്ള എന്തോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു. ഈ പാർവതി മുൻപേതോ FM-ലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെയുള്ളപ്പോ അത് കളഞ്ഞിട്ട് ഈ ജോലിക്ക് എന്തിനായിരിക്കും വന്നത്? FM-ല് ജോലി പോയെങ്കിൽ വേറൊരു FM-ല് പോയി ജോലി നോക്കാതെ ഇങ്ങനെ കെയർ ടേക്കറുടെ ജോലി തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഈ വീട്ടിലേക്ക് തന്നെ എന്തിനായിരിക്കും വന്നത്? ഈ ജോലി അവൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കൂട്ടിയിട്ട് വന്ന ആ പെണ്ണിനോട് എന്തിനായിരിക്കും പറഞ്ഞത്? പാർവതിയുടെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ വീട്ടിലേക്ക് വന്നതിന് പിന്നിൽ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരിക്കും. അതാരും അറിയാതെ അവള് നന്നായി മറയ്ക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ ഫാമിലിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാരണമെന്ന് മനസ്സിലാവും. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാരണമാക്കി വെച്ച് അവളെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ പറ്റും. ലീല, നമ്മുടെ ആളുകളോട് പറയണം അവളുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന്. എല്ലാ കാര്യങ്ങളും എന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ശരി മാഡം. നമ്മൾ അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്തായാലും മഹേശ്വരി എന്റെ അമ്മയുടെ ഫ്രണ്ടാ. നമ്മളെ എന്തിനു കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചു കാണും. അയ്യോ. അതെ ചേച്ചി, നമ്മളവരോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലെങ്കിലും നമ്മളോട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നടന്നത് എന്തായാലും നടന്നു ചേച്ചി. ഇനി ഇതുപോലെ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം മുതലേ പറഞ്ഞോണ്ടിരിക്ക, മഹേശ്വരി എന്നെ നല്ലവളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതിച്ചില്ല. അല്ല, ഒരു നല്ല മനസ്സുള്ള ആളെ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെടുത്തി. നമ്മളെ ലവ് ചെയ്യുന്നവരെ തിരിച്ച് ലവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഹേറ്റ് ചെയ്യാൻ പാടില്ല. ഓ, എന്താ അങ്ങനെ നോക്കുന്നേ? നീ ആ മനോഹരി ആന്റി നല്ലവരാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ 3 പേര് റൗണ്ടായി എന്റെ സെറ്റ് നടന്നാലും ഞാൻ അത് തന്നെ പറയൂ. നിങ്ങൾ ആ മഹേശ്വരി ആന്റിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് ആന്റിയോട് എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ മാറ്റിയത്. ഓ, അങ്ങനെയാണല്ലേ. ഒരു തവണ ഫ്ലാഷ് ബാക്കിലേക്കൊന്ന് പോവാനിയത്തി. ആ മഹേശ്വരി ആന്റിയെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. എല്ലാം വേണമെന്ന് വെച്ച് ചെയ്യുന്ന പോലെയാ. ഇതുപോലെ വേസ്റ്റ് മാറ്റേഴ്സ് ഓർക്കുന്നതിന് പകരം സ്റ്റഡീസിൽ ഓർമ്മ വെച്ചാ മതിയല്ലോ, നല്ല മാർക്കും കിട്ടും. ഓ സോറി, മാർക്ക് ആവശ്യമുള്ളത് എനിക്കല്ലേ? അത് നിങ്ങളെല്ലാരും കൂടി ചേർന്ന് ഇപ്പൊ റൗണ്ട് അടിച്ചില്ലേ, അതാ എനിക്ക് കൺഫ്യൂഷൻ ആയേ. ഞാനൊരു കൊച്ചു കുട്ടിയല്ലേ, എന്തോ അറിയാതെ പറഞ്ഞുപോയി. നിങ്ങളെങ്കിലും എന്നെ പറഞ്ഞു മനസ്സിലാക്കി ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് ഉപദേശിക്കാലോ. നീ ആള് കൊള്ളാലോ. നീ പറഞ്ഞ കാര്യം ഇപ്പൊ മാറ്റി പറയുന്നോ? ചേച്ചി, നമ്മളിവള് പറയുന്നത് കേൾക്കാനേ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കണ്ട, ആ മിസ്സമ്മ പറയുന്നതെങ്കിലും കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നല്ല കാര്യം പറഞ്ഞ അനുസരിക്കും, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കും. ചേച്ചി, ഇനി തൊട്ട് മഹേശ്വരി ആന്റിയുടെ സ്നേഹത്തോടെ പെരുമാറാം. അതെ ചേച്ചി, നമുക്കിനി മഹേശ്വരി ആന്റിയുടെ സൈഡ് നിൽക്കാം. അയ്യോ, അതെ, അവർക്ക് നമ്മളോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി അങ്ങോട്ട് നമ്മളും ആന്റിയുടെ സ്നേഹമായിട്ട് പെരുമാറാം.
മിസ് അമ്മ, ഇവിടെ ഒരു സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തിനാ മിസ് അമ്മ നിങ്ങളുടെ എൻട്രി? സോൾജേഴ്സ്, ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ വിട്ടില്ല എന്ന് ചോദിക്കുമ്പോ എന്ത് പറയും? അത് പിന്നെ മഹേശ്വരി മാഡത്തിന് പെട്ടെന്ന് സീരിയസ് ആയില്ലേ, അതുകൊണ്ടാ അയക്കാത്തത്. അവർക്ക് സീരിയസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇവരെ സ്കൂളിലേക്ക് അയച്ചില്ല? സർ അത്